ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ അമ്പലങ്ങളിലെ ദേവീദേവന്മാരുടെ വരത്തുപോക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഇന്നും റിയൽ ലൈഫിൽ നടന്ന ഒരു അതിഭയങ്കരമായ അമാനുഷിക സംഭവം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നമ്മളോട് പങ്കുവച്ച സുഹൃത്തിൻ്റെ പേര് സന്ദീപ് എന്നാണ്. നിങ്ങളും ഇത്തരം അനുഭവങ്ങൾ ഞാനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ വീടിന് മുറ്റമാകെ ചെളിയായിരിക്കും. അങ്ങനെ ആ ഒരു മഴയുടെ സൗണ്ടെല്ലാം കേട്ട് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പുറത്ത് ആരോ വീടിന് ചുറ്റും ഓടുന്നതായൊരു തോന്നലാണോ എന്നറിയാൻ വേണ്ടി പതുക്കെ എണ്ടി നോക്കിയപ്പോൾ അതൊരു തോന്നലല്ല. ആ ഒരു ശബ്ദം വളരെ വ്യക്തമായി തന്നെ കേൾക്കാമായിരുന്നു. അതെന്താണെന്നറിയാൻ പതിയെ ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ അവ്യക്തമായ ഒരു രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായി കാണാമായിരുന്നു. തനിച്ച് റൂമിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അധികം അതെന്താണെന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഒഴിവാക്കി പതിയെ കർട്ടനെല്ലാം അടച്ചിട്ട് പുതച്ചു മൂടിക്കിടന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മ എന്തൊക്കെയോ പറയുന്നത് കേട്ടാണ് എണീറ്റത്. എണീറ്റ് നോക്കുമ്പോൾ വീടിന് തിണ്ണയിൽ മൊത്തം ചെളി കൊണ്ട് ആരോ ചവിട്ടിയ കാൽപ്പാടുകൾ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു കാലിൻ്റെ പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ ഒരു ദിവസം മുഴുവൻ ഈ ഒരു ചിന്തയിലായിരുന്നു സന്ദീപിൻ്റെ അച്ഛനും അമ്മയും. ഏതെങ്കിലും കള്ളന്മാർ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ച് അവരത് വലിയ കാര്യമാക്കാതെ തന്നെ വിട്ടു. അങ്ങനെ കുറച്ച് ദിവസം ഇതിനെപ്പറ്റിയുള്ള ചിന്തകളൊന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം ഒരാഴ്ചകൾക്ക് ശേഷമാണ് ചില സംഭവങ്ങൾ ആ വീട്ടിൽ നടക്കുന്നത്. അവരുടെ വീട്ടിൽ അവർ ഓമനിച്ച് വളർത്തിക്കൊണ്ടിരുന്ന വളർത്തു മൃഗങ്ങളൊക്കെ ഓരോന്നായി ഒരു കാരണവുമില്ലാതെ ചത്ത് ഒടുങ്ങി തുടങ്ങി. സന്ദീപിൻ്റെ കുടുംബത്തിന് ദൈവപരമായി നല്ല വിശ്വാസമുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് കരുതി. അങ്ങനെ ആ ഒരു അമ്പലത്തിൽ പോയി പ്രശ്നം വച്ചപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞത് ആ ഒരു വീട്ടിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ്. ആ ഒരു ആത്മാവിനെ 7 ദിവസത്തിനുള്ളിൽ അവിടെ നിന്നും ഒഴിപ്പിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ ഒരാൾ മരണപ്പെടുമെന്ന് ആ ഒരു തിരുമേനി അവരോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു തിരുമേനി അമ്പലത്തിൽ നിന്നും 4 നാരങ്ങകൾ പൂജിച്ച് അവർക്ക് കൊടുത്തു. രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് ഈ ഒരു നാരങ്ങ വീടിൻ്റെ 4 മൂലയ്ക്ക് കുഴിച്ചിടണമെന്ന് പറഞ്ഞു. മാത്രമല്ല 3 ദിവസം മുടങ്ങാതെ ഈ അമ്പലത്തിൽ വന്ന് പൂജ കഴിക്കണമെന്നും 3 ദിവസങ്ങൾക്ക് ശേഷം ആ തിരുമേനി തന്നെ വന്ന് വീട്ടിൽ പരിഹാരമുണ്ടാക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി 12 മണിക്ക് ശേഷം സന്ദീപിൻ്റെ അച്ഛൻ തന്നെ ആ ഒരു നാരങ്ങ വീടിൻ്റെ 4 മൂലയ്ക്കും കുഴിച്ചിടാനായി തീരുമാനിച്ചു. അങ്ങനെ വല്ല കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ 4 നാരങ്ങയും വീടിൻ്റെ 4 മൂലയ്ക്കായി കുഴിച്ചിട്ടു. അന്നത്തെ രാത്രി അവർക്ക് ഒട്ടും തന്നെ ഉറങ്ങാനായി സാധിച്ചില്ല. മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല വീടിന് ചുറ്റും ആരോ ഓടുന്നതായും നടക്കുന്നതായുമെല്ലാം ശബ്ദങ്ങൾ അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഉള്ളിൽ നല്ല ഭയമുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് ജനൽ വഴി എത്തി നോക്കാൻ പോലും അവർ തയ്യാറായില്ല. ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള വീടുകളിൽ ആരോടും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു 3 ദിവസം അവർക്ക് ഉറങ്ങാൻ തന്നെ സാധിച്ചില്ല. വീടിന് പുറത്തുള്ള ശബ്ദങ്ങളും വീടിനുള്ളിലും ആരൊക്കെയോ നടക്കുന്നതായും കരയുന്നതുമായ ഭയങ്കര ഡിസ്റ്റർബിങ് ശബ്ദങ്ങളായിരുന്നു മൊത്തത്തിൽ. ആ 3 ദിവസവും അവർ മുടങ്ങാതെ അമ്പലത്തിൽ പോയി പൂജ കഴിച്ചിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം 4ാമത്തെ ദിവസം ആ അമ്പലത്തിലെ തിരുമേനി അവരുടെ വീട്ടിലെത്തി. എന്തൊക്കെയോ പൂജകളും കർമ്മങ്ങളുമെല്ലാം ചെയ്ത് അവ വീട്ടിലെ 3 പേരുടെ കയ്യിലും ഓരോ ചരടുകൾ കെട്ടിക്കൊടുത്തു. പൂജകൾക്കും കർമ്മങ്ങൾക്കും എല്ലാം ശേഷം ആ തിരുമേനി ഇങ്ങനെ അവരോട് പറഞ്ഞു, 21 ദിവസത്തേക്ക് ഈ വീട്ടിൽ ആരും
മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയോ പാകം ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവുകയും ഈ വീട്ടിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുമേനി പറഞ്ഞ ആ ഒരു കാര്യം അവർ കൃത്യമായി തന്നെ നോക്കി. 21 ദിവസം എല്ലാം വളരെ കൃത്യമായി നോക്കി. അങ്ങനെ 21ാമത്തെ ദിവസം ആ ഒരു തിരുമേനി അവർക്ക് പൂജിച്ച ഒരു ഏലസ് നൽകി. ഈ ഒരു ഏലസ് വീടിൻ്റെ മുൻഭാഗത്തായി കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ആ ഒരു ഏലസ് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കുഴിച്ചിട്ടു. ഇത്രയുമെല്ലാം അവർ ചെയ്തെങ്കിലും 2-3 മാസം അവർ ഭയത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആത്മാവ് ആരായിരുന്നുവെന്നോ എന്തായിരുന്നു വേണ്ടതെന്നോ ഒന്നും അവർക്കറിയില്ല. പക്ഷേ ആ ഒരു ശല്യത്തെ ആ ഒരു തിരുമേനി ഒഴിവാക്കി. എങ്കിലും അവരുടെ ഉള്ളിലെ ഭയം അത് പോയിരുന്നില്ല. ഈ ഒരു സംഭവം നടന്ന് ഇപ്പോൾ ഏകദേശം 3 വർഷങ്ങൾ പിന്നിട്ടു. എങ്കിലും ആ ഒരു സംഭവം ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ട്. ആ ഒരു ഭയം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. ഇത്തരം അനുഭവം നിങ്ങൾക്കുമുണ്ടെങ്കിൽ തീർച്ചയായും ഞാനുമായി നിങ്ങൾ ഷെയർ ചെയ്യണം. അതിനുവേണ്ടി ഇൻസ്റ്റ ID ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.